ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്നത്തെ ഈ മാതിരി ഇന്നും നമ്മൾ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി മാന്ത മുളകിട്ട കറി. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം, വാ. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് മാന്തക്കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം മാന്ത തന്നെ, അതിനൊരു തർക്കമില്ലല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു 2-3 അല്ലി എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി വേണം. പിന്നെ ഒരു 3 തക്കാളിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചത് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളി ഒരു 5-6 അല്ലി ചെറിയുള്ളി എടുത്തിട്ട് നല്ല പോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ. ഈ കാണുന്ന സാധനങ്ങൾ മതി നമുക്ക് നമ്മുടെ നല്ല അടിപൊളി മുളകിട്ട് വെച്ച മാന്തക്കറി ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് എങ്ങനെയാണ് നേരെ മാന്തക്കറി ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മുടെ തക്കാളി ആദ്യം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട്. തക്കാളി മുറിച്ചിട്ടതിന് ശേഷം നമ്മുടെ പച്ചമുളകും ഇതേപോലെ തന്നെ ചട്ടിയിലേക്ക് ചെറുതായിട്ട് മുറിച്ചിടുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി. നമ്മൾ 3 തക്കാളിയും അതുപോലെ തന്നെ 4 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ള് ഇതേപോലെ ചെയ്യുക ആദ്യം തന്നെ, അതിനുശേഷമാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഗൈസ്, നമ്മൾ തക്കാളിയും നമ്മുടെ പച്ചമുളകും ഇതാ നല്ല അടിപൊളിയായിട്ട് ചട്ടിയിൽ മുറിച്ചിട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് അതൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കറിയുടെ കൊഴുപ്പ് നല്ലപോലെ ഒന്ന് കൂടിക്കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് ഒഴിക്കുന്ന രീതിയിലും ചെയ്യാം. ഞങ്ങൾ ആ രീതിയിൽ ചെയ്യാത്ത എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏത് രീതിയിൽ ചെയ്യണമെന്ന് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിക്കോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പുളി നല്ല പോലെ പുളി വെള്ളത്തിൽ പിഴിഞ്ഞ് അത് നമ്മുടെ ഈ ഇതിലേക്ക് പാർന്നു കൊടുക്കുകയാണേ. 1-2 പ്രാവശ്യം നമ്മുടെ പുളിയുടെ മുഴുവൻ പുളിയും ഈ ഇതിലേക്കാവാൻ വേണ്ടി വെള്ളം പിന്നെയും ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടി ഉടച്ചിട്ട് പിഴിഞ്ഞു കൊടുക്കാം. അങ്ങനെ 1-2 തവണ പുളി കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ പിന്നെ വേണ്ട ബാക്കി സാധനങ്ങളോട് ചേർക്കും. നമ്മളിതാ 2ാം തവണയും പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടിയും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ അതൊന്ന് ഇളക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. അപ്പം അടുപ്പത്ത് കിടന്ന് നമ്മുടെ തീ നല്ലപോലെ കത്തുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് കിടന്ന് നല്ല പോലെ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടി മസാലയിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി ഉള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കറി ഇതാ അടുപ്പത്ത് കിടന്ന് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി കാത്തുക്കണം. തിളച്ചതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ വേവണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് കാത്തു നിൽക്കണേ. നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം നല്ല പോലെ അടുപ്പത്ത് കിടന്ന് നല്ല പോലെ തിളച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ പോക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാന്ത ചേർത്ത് കൊടുക്കുകയാണേ. നമ്മുടെ മാന്ത ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിച്ചപ്പ് അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളി ചതച്ച് വെച്ചത് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഈ മാന്തി ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ മാന്തക്കറി ഇതാ അടുപ്പത്ത് കിടന്ന് നല്ല അടിപൊളി സെറ്റായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അവസാനത്തെ പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയുള്ളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക.
ഇപ്പം നല്ല അടിപൊളി മാന്തക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല കപ്പയുടെയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുത്. മറ്റൊരു വീഡിയോയായി നമുക്ക് ഉടനെ കാണാം.